നാട്ടിയ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിനുള്ള NDA സ്ഥാനാർത്ഥി ജ്യോതി ദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃപ്പേർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ നിന്നും പ്രകടനമായി നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. BJP ജില്ലാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് സ്ഥാനാർത്ഥിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തൃപ്പയാറിന്റെ സമഗ്ര വികസനത്തിനായി നരേന്ദ്രമോദി സർക്കാർ 300 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന 9ാം വാർഡിൽ BJP മെമ്പറുണ്ടായാൽ വാർഡിന്റെ വികസനത്തിന് വേഗതയേറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് EP ജാൻസി, ലാൽ ഊണുങ്ങൽ, രശ്മി ഷിജോ, BDJS മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് കൃഷ്ണ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ, ജനറൽ സെക്രട്ടറി PK ശ്രീകുട്ടൻ, ഗോകുൽ കരിപ്പിള്ളി, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, ബിന്നി അറക്കൽ, PK ബേബി, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, ദയാനന്ദൻ നേറാട്ട്, NS ഉണ്ണിമോൻ, അംബിക ടീച്ചർ, ജയരാമൻ വളവത്ത്, EP രവി എന്നിവർ നേതൃത്വം നൽകി. ആളുകൾ മുഴുവൻ വികസനം ആഗ്രഹിക്കുന്നു. തീർച്ചയായും നാട്ടികയിലെ ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും വലിയ വളക്കൂറുള്ള മണ്ണാണ്. ആ മണ്ണിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. തീർച്ചയായും നാട്ടികയിൽ ബഹുമാനായ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ത്രിപുര ക്ഷേത്രത്തിൽ വരികയും ത്രിപുരയുടെ വികസനത്തിന് വേണ്ടി 300 കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യമാണ്. തീർച്ചയായും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ 9ാം വാർഡ്. ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായും വികസനം തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീമതി ജ്യോതി ദാസ്, അവരെ എല്ലാവരും വികസനത്തിനു വേണ്ടി ഇടത്തോട്ടും വലത്തോട്ടും പോകാതെ നേരായ വികസനത്തിനു വേണ്ടി നമ്മുടെ ശ്രീമതി ജ്യോതി ദാസിനെ വിജയിപ്പിക്കാൻ തയ്യാറാകണമെന്ന്